അമ്മക്ക് നല്ല സർപ്രൈസ്. ഞങ്ങൾ ആകെ അന്ന് പൊട്ടി ഷോക്കിൽ നിൽക്കുകയാണ്. ഞാൻ ചെന്നാണ്ട് നമ്മളെ പപ്പ ഇതാ കുപ്പായിടാ ദിക്കിയാണ്. അമ്മച്ചി ഇതാ ഋഷോ കരയുന്നു പഠിച്ചിട്ട്. പഠിച്ച മുക്കെല്ലാം കുട്ടികളെ ഇതൊക്കെ എന്റെ സമ്പാദ്യങ്ങളമ്മ. ഹലോ അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതേമായി പ്രതീക്ഷിക്കാതുള്ളൊരു സർപ്രൈസ്. ഞങ്ങൾ രാവിലെ ഒരു ഡേ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഡേ മൈ ലൈഫ് ഒക്കെ ഇങ്ങനെ എടുത്ത് വരികയാണ്. അപ്പോഴാണ് എനിക്കൊരു കോള് വന്നത്. ആ കോൾ എന്താണെന്നും നമ്മുടെ വീഡിയോയുടെ സർപ്രൈസ് എന്താണെന്നും ഞങ്ങൾ പറയുന്നില്ല. തമ്പലയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താ മുട്ടക്കാണല്ലോ എടുത്തിക്കണേ? മുട്ട റോസ്റ്റാണ്. അതെന്തിന്റെ അപ്പം? അപ്പത്തിന്റെ പാലപ്പം. ചറിയേ അമ്മക്ക് നമ്മളെ ദേശീയ ഭക്ഷണം തന്നെ എപ്പോഴും. എള്ളപ്പം പാലപ്പം അല്ലേ? നമ്മള് ഋഷു ഉണ്ടോ കത്തിമ ചളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഓന്റെ കയ്യിൽ. ഓനൊരു കത്തി ഉണ്ട് കേട്ടോ, ഒരു മൂർച്ചല്ലാത്ത കത്തി. അത് എടുക്കൂല, ഈ മൂർച്ചുള്ള കത്തി എടുക്കുള്ളൂ. നല്ലത് പറ്റുമോ എനിക്ക്? അതാ നമ്മളമ്മനെ കാണാനില്ല. വെള്ളപ്പത്തിനുള്ള എല്ലാം പൊങ്ങി വെച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ചങ്കല്ലേ, അതുകൊണ്ടല്ലേ അമ്മ എപ്പോഴും ഈ സാധനം ഉണ്ടാക്കി ഇവിടെ ഓരോന്നും ഉണ്ടാക്കണേ. ഒന്നല്ലെങ്കിൽ അപ്പം, ഒന്നല്ലെങ്കിൽ ദോശ, അതും അല്ലെങ്കിൽ കലക്കിപ്പാർന്നപ്പം. ഇഞ്ചി ചങ്ക ഉമ്മാന്റെ ചങ്കാണ് ഈ അപ്പം ഫാമിലി. ശരി എന്നാ ഓക്കെ, സമ്മതിച്ചു. തന്തല്ലേ നമ്മളെ പപ്പ ഇതാ കുപ്പായിടാ ദിക്കിയാണ്. ഋഷി പപ്പനെ സഹായിക്കുക. ഇപ്പൊ എണീച്ച് വന്നിക്കുകയാണേ. പക്ഷെ ഋഷി 2-3 കുപ്പായിട്ടിരുന്നു അല്ലേ? അതും അലാക്കിന്റെ കുപ്പായം. അപ്പൊ നമ്മൾ അപ്പൂപ്പികൾക്ക് ഉണ്ടായി കഴിഞ്ഞു അല്ലേ? ഓക്കെ. തക്കാളി തുടങ്ങി ഇത് കൊറേ മസാലകൾ ഉണ്ട് അല്ലേ? ആദ്യം കറിവേപ്പില, അതാണ് നെയ്യ്. ആവിഷ്ടയായ ഋഷു ആകെ 3 മുട്ടകൾ. ഇന്ന പട്ടിണിക്ക് ഒരാളെ എനിക്ക് മുട്ട വേണ്ട. മുട്ട പുഴുങ്ങിയത് ഇത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെന്താ മുട്ട തിന്നോ? ഞാനോ തിന്നല്ലോ കാണില്ല. ഋഷു തിന്നാത്തല്ലേ? ഋഷു മഞ്ഞ അവിടെ മാറ്റി വെക്കും. ഓൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. മഞ്ഞൊന്നും ഇനി തടി കൂടണ്ട വിചാരിച്ചിട്ടാണ്.
ഭയങ്കര തടിയല്ലേ ഋഷു? തടി ഓവറല്ലേ, അതാണ് എനിക്ക് 2-3 കുപ്പായിട്ട് കൊടുക്കുന്നത് നമ്മളെ. അല്ലേ, ശരിയാണ്. സീക്രട്ട് ചേരുവ വെക്കാറില്ലേ? കുറച്ച് ഉലുവയില. ഉലുവയില. ഞാൻ മഞ്ഞോട് സീക്രട്ട് ചേരുവ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചെങ്ങാനും പ്രതീക്ഷിച്ചു. ഇതെന്താണ്? ഉലുവയില, കസ്തൂരി മേത്തി. അങ്ങനെ പറയുമ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ആയി. കസ്തൂരി മേത്തി എന്നൊക്കെ പറയാതെ ഇന്ന് ഈ ഉലുവയില എന്നൊക്കെ പറഞ്ഞ വലിയൊരു സീക്രട്ട് ചേരുവന്റെ ഒരു വില അല്ല. കഴിഞ്ഞു മുട്ട റോസ്റ്റ് റെഡിയായി. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയല്ലോ. ഞമ്മക്ക് അങ്ങോട്ട് മുങ്ങൽ നടത്താല്ലേ, ഞങ്ങള് തിന്നെ അങ്ങോട്ട്. എന്തൊക്കെ ഉണ്ടാക്കണം അല്ലേ? ഉച്ചക്ക് ചോറ് കൂട്ടാനും ഉണ്ടാക്കണം. എന്താണ് ഇങ്ങനെ തന്നെയാണ്. ഇച്ച് എത്രങ്ങാനും പണി ഉണ്ടെന്നാ നിങ്ങളെ വിചാരം? എന്താണ് പണി? ഇപ്പൊ തന്നെ ഞാനിപ്പോ കടക്ക് എന്റെ തുമ്പ ശരിയാക്കി ഞാൻ മഴ തുമ്പക്ക് ശരിയാക്കണം. ഞാൻ ആദ്യം കുറച്ച് ചായ കുടിച്ചു കിട്ടോ. ഇനിയിപ്പോ എല്ലാവരും ചായ അടിക്കുമ്പോ ഞാന് വോയിസ് ഓവർ കൊടുക്കാൻ പോവല്ലോ. ഇവിടെ തന്നെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാം. അപ്പൊ ആദ്യം ചായ കുടിച്ചു. ഇങ്ങനെ വോയിസ് ഓവർ എടുക്കാൻ പോകുമ്പോ വോയിസ് എടുക്കാൻ പോകും. അപ്പൊ ഒരു 10 മണിയൊക്കെ ആയിട്ടൊക്കെ സത്യം പറഞ്ഞാൽ ചായ കുടിച്ചത്. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോവില്ല. അപ്പൊ നിങ്ങൾ ചായ കുടിച്ചോളൂ കേട്ടോ. ഞാൻ പോയിങ്ങാണ്ട് ചൈനമാണ്ട് രാവിലെ ഭയങ്കര വിശപ്പാക്കാൻ. മോള് രാവിലെ നല്ല ഫുഡ് കഴിക്കൂലേ? ഋഷു ഞാനും കുറച്ച് വീക്കാ. ഋഷു ഇപ്പൊന്നും തിന്നൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ തിന്നത്. എനിക്കും അതേ സ്വഭാവമാണ്. രാവിലെ എന്തോ പോലെ തിന്നാനാണ് തോന്നുന്നു. രാവിലെ തിന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് മാനിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ പേരാണ് കേട്ടോ. ആരും ഇങ്ങോട്ട് പല ഡോക്ടർമാരും കണ്ടുമാർ ചിലപ്പോ അറസ്റ്റ് ചെയ്യും. അമ്മാരെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് രാവിലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മടി. ഓൽക്കിപ്പോ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ല തോന്നുന്നു. ഓലിന് വോയിസ് എടുക്കാൻ പോവുക, കുളിച്ചാൻ പോവുകയൊക്കെയാണ് ഓരോ ആൾക്കാർ. ഇച്ചാണെങ്കിൽ വിശന്നിട്ട് കേള. അപ്പൊ പിന്നെ ഞാൻ ആദ്യം ഫുഡ് കഴിച്ചാന്ന് കെട്ടി. അപ്പൊ അമ്മക്ക് ആദ്യം തിന്നല്ലേ. വോയിസ് കൊടുക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതിലെ ഉമ്മച്ചി. ഇന്നലെ പല്ല് ഡോറിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു കേട്ടോ. പല്ലിമ്മ കമ്പിട്ടിക്കല്ലേ, അപ്പം അത് ശരിയാക്കാൻ വേണ്ടിയിട്ടേ. ഇനിയിപ്പോൾ പല്ല് നല്ലോണം വേദനിക്കുന്നുണ്ട്. അത് എന്നും ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമല്ല 2-3 ദിവസം ഒന്നും തിന്നാൻ പറ്റൂല. അമ്മാരത്തെ കോലാക്കിട്ട്. അപ്പൊ നമ്മളെ ഋഷുബായി വന്നുകൊണ്ടോ ഫുഡ് കഴിക്കാന്. കയ്യിലൊരു പലകിയും പിടിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഫുഡ് കഴിക്കാന്. എട്ടുകാലി പൂപ്പിയേ. നമ്മളെ പപ്പ അതാ ഫുഡ് കഴിക്കാൻ വന്നോളൂ. ചായ വെച്ചിട്ടൊന്നുമില്ല. നമ്മളെ ഋഷിക്കുട്ടാപ്പിന്റെ ഫുഡാണ് ആന്ന് ഇരിക്കണത്. ഒരു വികാരമല്ല ഫുഡ് കഴിക്കണമെന്ന്. നമ്മളെമ്പച്ച് ഇതാക്കുന്ന വോയിസ് അവിടെ കൊണ്ട് സെറ്റ് ആയി വന്നത്. എന്തായാലും ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടി. ലഞ്ച് ഉണ്ടാക്കണം. കുറെ പണികളുണ്ട്. എല്ലാ അമ്മമാർക്കും ഇങ്ങനെ അല്ലേ? ഇമ്മക്ക് മാത്രം രാവിലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. തിരക്ക് നമ്മളമ്മച്ചി ചെറുക്കനെ തിന്നു കഴിഞ്ഞു. ഇനി ഉമ്മച്ചിന്റെയും കൂടി തിന്നതിനച്ച് പാത്രം ചെയ്യുക. അപ്പൊ അതിന് മുമ്പായി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയാ 2 റൂമത്തെ കടക്കി ഇപ്പൊ അതൊക്കെ ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കട്ടെ. ഇതൊക്കെ എന്റെ സമ്പാദ്യങ്ങളാണ്. കഴുകിക്കോ. ഇപ്പൊ ഞാൻ നല്ല സുഖം. ഇപ്പൊ സ്കൂളൊക്കെ പറഞ്ഞ ട്യൂഷനൊക്കെ പറഞ്ഞാൽ പോയാൽ ഞാൻ ഒറ്റക്ക് എല്ലാ പണിയെടുക്കും. ഞാൻ ആദ്യം അങ്ങനെയല്ലേ ഇരുന്നു. അപ്പോഴല്ലേ ഇത് സഹായിക്കൽ തുടങ്ങിയേ. കൊറേ പോയി കൊല്ലായിട്ട് ഞാൻ ഇപ്പൊ ഈ പെരിയിലില്ലേ. അപ്പൊ നമുക്ക് നല്ല സുഖമാണ്. ഞാനിപ്പോ ഇങ്ങനെ വിട്ടായിരുന്നു. പെട്ടെന്ന് ഞാനവിടെ പോവും. എന്താ എന്ത് താത്ത പോയാ ഞാനുണ്ടാവും.
അതെ ഋഷിക്ക് പാത്രം കഴിക്കും. ഋഷിയോ അനക്കെന്റെ സ്കൂളും മദ്രസൊന്നുമില്ല. അവൻ പറയണോക്കെയോ ഞാൻ പോയ ഓനുണ്ടാവത്രേ. അതെ രാവിലെ നീച്ചും കയ്യൊന്ന് കാണിച്ചെടുത്താ കയ്യൊന്ന് കാണിച്ചാ എവിടുന്നപ്പോ കയറി വരുന്നേ. അല്ലാ എന്താ കേക്ക് ഉണ്ടാക്കാൻ. അപ്പൊ ഇതാട്ടോ നമ്മളെ ഋഷുവിന്റെ കേക്ക്. നല്ല കേക്കാണ്. മണ്ണിട്ടത് സച്ചാപ്പാക്കും വെയിലൊക്കെ കൊണ്ടത് കട്ട പതിച്ചു. എന്താ താത്താന്റെ കുട്ടീന്റെ പ്ലാന്? ഇന്ന് പഠിക്കൊന്നും വേണ്ടേ? ഫോണുമ്പോ കുത്തിരിക്കാനുള്ള പ്ലാനിങ്ങിലാ? കണ്ടോ മുണ്ടണില്ല മുണ്ടണില്ല. കൈമാ ജീരകശാലരിയാണ് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്നത്. അപ്പൊ ഇന്ന് നെയ്ച്ചോറും ബിരിയാണി ഒന്നല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. എന്താന്ന് വെച്ചാല് ലെമൺ റൈസ് ആണ്. ലെമൺ റൈസ്. അപ്പൊ നമ്മള് നെയ്ച്ചോറിന്റെ അരി കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കുക. നല്ല രസാകരം. പേരെന്നോളൂ ലെമൺ റൈസ്. ഒരു ഇച്ചിരി നാരങ്ങ നീര് ഇട്ടിച്ചെന്നുള്ളൂ. ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിക്ക് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ടിക്ക മസാലയാണ്. എന്നൊരു വെറൈറ്റിയാണ്. അതല്ലേ ഞമ്മ ചോർക്ക് നാരങ്ങ നീര് കഴിച്ചിട്ട് ഞാനും പറഞ്ഞ് മണ്ടും. പിന്നെ ഇന്ന് നമ്മള് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും കടായി ചിക്കനും അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്താണ് ലെമൺ റൈസും ചിക്കൻ ടിക്ക മസാല. ചിക്കൻ ടിക്ക ഒരണ്ണൻ സഹർഷിതാണെന്ന് പോണം. അണ്ണൻ എന്താ ഋഷിമോനെ വെയിലത്ത് ഇങ്ങനെ ഇരിക്കണം? സുഖം കിട്ടാൻ കിടക്കുക. എന്താ പോളോ ഇവിടെ വന്നിരിക്കണ്? പഠിക്കാനില്ലേ? പഠിച്ചാല് ഞങ്ങൾക്ക് സ്കൂളില്ലേ? ഞങ്ങൾക്ക് സ്കൂളില്ല. കാരണം ഞങ്ങൾക്ക് എക്സാം ഇപ്പൊ നടക്കുകയാണ്. അപ്പൊ എന്താ സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവ് എന്തിനാ നിൽക്കണ? പഠിക്കാനല്ലേ. എന്നിട്ട് ഓള് നമ്മുടെ അടുക്കളയിൽ വന്നിരിക്കുന്നത്. ഋഷുവിനും പഠിക്കാല്ലേ? ഋഷുവിന് പഠിക്കാനുണ്ട്. ഫോൺ ചാർജ് ചെയ്തിരിക്കും. അപ്പൊ ഫോണില്ലാതെ പഠിച്ചത് നടക്കില്ല. അപ്പൊ പഠിച്ച മുക്കല്ല കുട്ടികളെ വേണ്ടത്. എന്താ ഫോണും ടീച്ചറൊക്കെ നമുക്ക് പഠിച്ചാൽ വേണ്ടത്. നല്ല സുഖാലേ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് പഠിക്കും. മറ്റപ്പോ നാരങ്ങച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്. നാരങ്ങച്ചോറല്ലടി ലെമൺ റൈസ്. അതിനെ ഞാൻ പറഞ്ഞ നാരങ്ങച്ചോറ്. അപ്പൊ അത് രാവിലെ ഇടിച്ചക്കന്റെ ഇംഗ്ലീഷ് എന്താ വെച്ചപ്പോ ഹിറ്റ് ജാക്ക് ഫ്രൂട്ട് അല്ലേ? ഹിറ്റ് കുത്തിങ്ങാണ്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഇടിച്ചക്ക. അതേമാതിരി എന്താണ് നാരങ്ങച്ചോറ്. പഠിക്കണ്ടേ? വായേ പഠിച്ചാൻ വാ ഋഷിയോ. ഈ ഋഷുവിനെ 100 വട്ടം വിളിച്ചണം പഠിച്ചാൻ. എന്നിട്ട് അവസാനം ഗ്രില്ല് അടച്ചിടണം. എന്നാലും ഉള്ളവന് ഉള്ളിൽ കയറുക. ഞാൻ പോയി വാതിൽ അടക്കട്ടെ. എന്നെ വല്ല കാക്കയും പൂച്ചയും പിടിച്ചോണ്ടോട്ടെ. നല്ല ആളാ. അമ്മച്ചി ഇതാ ഋഷു കരയണു പഠിച്ചായിട്ട്. എന്തിനാ അമ്മ കരയണു ഋഷു പഠിച്ചാ വരായിട്ടാ? ഇപ്പൊ എഴുത്തുന്നപ്പോ ദൂരം വരിഞ്ഞാ പോരെ. ഒരു കാര്യം ചേച്ചി ആ ഉള്ളിയൊക്കെ ആ മേശമ്മ വെക്കണ ഒരു കത്തിയൊരു കോലുമ്പോ കെട്ടിയിട്ട് ഇങ്ങനെ അരിയ. ഇന്ന് മന്തിയല്ലടാ, നാരങ്ങച്ചോറാണ്. നാരങ്ങച്ചോറ് നാരങ്ങച്ചോറാണെന്നാ പറയുന്നത്. താത്തമ്മച്ചി ലെമൺ റൈസ് ഉണ്ടാക്കി. അതിന് ഋഷുവൊന്നും വെച്ച് നാരങ്ങച്ചോറാ. ലെമൺ റൈസും പിന്നെ ചിക്കൻ ടിക്ക മസാല. നമുക്ക് ഇഷ്ടല്ലേ? എന്നും മന്തി ഉണ്ടാക്കിയ ആൾക്കാർ അറിയില്ല. എന്താ പേര് എന്നും മന്തി ഉണ്ടാക്കുന്നത്? ഈ താത്താക്ക് മന്തി തന്നെയുള്ള അറിയാറ്. ചെറുക്കൻ പിന്നെ സൈക്കിൾ ഓട്ടി നടക്കുകയാണല്ലോ. വാ ഋഷുവാ. അന്നെ ഞാൻ പോലീസിന് കംപ്ലൈന്റ് ചെയ്യാൻ പോവാൻ. ഇത് പഠിച്ചാൻ വരുന്നില്ല. അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യാട്ടോ. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്കൊരു കോള് വന്നു. ഞങ്ങളിപ്പോ
ഭയങ്കര സർപ്രൈസ്. ഉമ്മാക്ക് നല്ല സർപ്രൈസ്. ഞങ്ങൾ ആകെ അന്തപ്പെട്ട് ഷോക്കിൽ നിൽക്കുകയാണ്. എന്താ വെച്ചാല് എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു നൈസ് ഉണ്ട്. ഓളിപ്പോ വിളിച്ചിനോട് പെരിന്തൽമണ്ണ ഉണ്ട്, അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് വന്നു പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഹസ്ബൻഡ് മറ്റന്നാ പോവാനുള്ളത്, അതുകൊണ്ട് 5 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇരിക്കാട്ടോ. അപ്പൊ നമുക്ക് ഇനി ആദ്യം വീടൊക്കെ സെറ്റ് ആക്കണം, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആകെ വൃത്തിയായിരിക്കും. കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അതിനൊന്നും സമയമല്ല, മറ്റന്നാ ഹസ്ബൻഡ് പോവാണ്, അപ്പൊ എന്നൊന്ന് കാണണം, എന്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞ് വരികയാണ്. വീട് കിടക്കുന്ന പോലെ എങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഒക്കെ കൊടുക്കണ്ടേ, അതിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആക്കട്ടെ, പെട്ടെന്ന് കാണാം. നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഞങ്ങൾ പാല് വാങ്ങാൻ പോകുമ്പോൾ ഞാനോ ഋഷും പോയി പാല് വാങ്ങട്ടെ. എന്നും നമുക്ക് വത്തക്ക ജ്യൂസാണ്, അപ്പൊ അതിന്റെ ഒപ്പം പാല് വാങ്ങാന്നൊക്കെ പറയണേ. അപ്പൊ ഞങ്ങൾ വേഗം മണ്ടിട്ട് പീടിക്കും. ഇവിടെ എടുത്താണ് പീടി ഭാഗ്യത്തിന്. അപ്പൊ ഞങ്ങൾ പോടട്ടോ. ഇഷു താത്താന്റെ ചെരുപ്പ് ഒന്നും കൊടുന്നില്ല, ഇവിടെ ചെരുപ്പ് വാങ്ങാനില്ല. സാധനം വാങ്ങിയല്ലോ. ഋഷു അപ്പൊ ലേസും വാങ്ങിയിരിക്കുന്നു. അത് സാധനം ഒഴിച്ചു. അപ്പൊ നമ്മളെ വീട് അടിച്ചൊരിട്ടോ തുടച്ചിട്ടോ ഒന്നുമില്ല. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യട്ടെ, വേഗം ചെന്ന് വീടൊന്ന് അടിച്ചൊരു സെറ്റാക്കട്ടെ. ചോറിന്റെ കാര്യം എന്താ ഇമ്മ? ചോറിന്റെ പണി കഴിഞ്ഞിട്ടില്ല, അവര് വരുമ്പോ കൊടുക്കാതെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? സൂപ്പ് ചെയ്യണ്ടേ, അതാണ്. പണിയെടുത്തായി അടിച്ച ഒരു പകുതി ഇട്ടിരിക്കുകയാണ്. കാര്യമൊക്കെ പറയാൻ നിങ്ങളുടെ രസാണ്. വാ അല്ല ഉച്ചക്ക് നേരത്തെ പോന്നേ ഇല്ലേ? അതോട് പറയണേ. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിട്ട് കാര്യമില്ല, പഠിക്കാൻ വിളിച്ചാൽ ഇങ്ങനെ വിളിക്കാം. ഇക്കും അങ്ങനെ തന്നെ, അങ്ങനെ ലൈവ് ഉണ്ടാവലുണ്ട്, വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഉണ്ടാവലുണ്ട്. പഠിച്ചതാണ്, ദർശിലാണ്. ഓളും ഗൾഫിലുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് ഉനൈസ. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം, അതായത് ഒരു 20 വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, അതിന് ശേഷമാണ് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവണം. ഞങ്ങൾ ഗ്രൂപ്പ് കുറെ മുമ്പുണ്ട്, ഞാൻ എപ്പോഴാണ് ജോയിൻ ചെയ്യണേ. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കമ്പനി ആയത്. അപ്പൊ 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഉനൈസ പിന്നെ തേടി വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് അവള് വരികയാണ്, എന്റെ വീട് കാണുന്നത്. അങ്ങനെ അപ്പൊ ഭയങ്കര സന്തോഷായി. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. വീഡിയോ കാണുന്ന ആളുകൾ കണ്ടിട്ടില്ല ആള് നാണക്കാരി. 3 കുട്ടികളാണ്. ഹസ്ബൻഡും വന്നിട്ടുണ്ട്, മോനും വന്നിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടീനെ ഒരു വീട്ടിലിട്ട് പോന്നിക്കാണ് അല്ലേ. സ്കൂളിലാക്കി ഓല് +1 അല്ലേ, ഓൾക്ക് സ്കൂളൊക്കെ തുടങ്ങിക്കണത്രേ. ഓളെ കാണാൻ പറ്റിയില്ല അല്ലേ. ആയിക്കോട്ടെ, എന്തായാലും റെസിപ്പിക്ക് വേണ്ടി ചെയ്യല്ലേ. ബട്ടനൊക്കെ കിട്ടത് കണക്കന്നെ. പിടി പോയി ഷർട്ടിന്റെ ബട്ടൺ സന്തോഷം വന്നല്ലോ. ഋഷുദാ ഓല് കൊടുന്ന മുട്ടായി ഇപ്പൊ തന്നെ പൊട്ടിച്ച് തിന്നണോ. ഋഷുവിനെ ഏതായാലും ഗോളടിക്കാനോ. നല്ല സന്തോഷമായിട്ട് ഉനൈസ് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നും വരണം എന്ന് പറയാം. അതേപോലെ ഉനൈസ് എന്നും വിളിക്കും അങ്ങോട്ടും ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും, എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റിയില്ല, ഓക്ക് ഇങ്ങോട്ടും വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്താണെങ്കിലും ഉനൈസ് വന്നു. ഇൻഷാ അല്ലാഹ് ഉനൈസ് ഓളെ വീട്ടിലേക്ക് പോകണം. നല്ല അടിപൊളി വീടാട്ടോ ഉനൈസിന്റെ. നമ്മള് ഫ്രണ്ട്സൊക്കെ പോകുമ്പോ വീട് കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല സന്തോഷം. നമ്മള് 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എപ്പോഴും തുടരുക അറിയുമ്പോൾ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ അങ്ങനെ നല്ല ഹാപ്പിയായി, പ്രതീക്ഷിക്കാതെ വന്നപ്പോട്ടോ. പെട്ടെന്ന് ഉച്ചക്കാണ് പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട്. പിന്നെ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ ചിലപ്പോ വരാന്ന്. പക്ഷെ ഇന്നലെ പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല.
അപ്പൊ അങ്ങനെ നല്ല സന്തോഷം. പുനീസ വന്നപ്പോ ഒരു ചോറ് കഴിക്കാനൊന്നും നിൽക്കണില്ല, അവർക്ക് തിരക്കുണ്ട്. അപ്പൊ ഞാൻ ആരും കറി റെഡി ആയിട്ടുണ്ടായില്ല, കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ അവരോട് സംസാരിക്കാൻ പോയി. അപ്പൊ ഇനി ചെയ്യട്ടെ. അതിന്റെ ഇടയിൽ രസമുണ്ടായി. ചോറുന്നാ വന്നു. അപ്പൊ ഉപ്പിട്ട് വേവിച്ച ചോറല്ലേ, ചോറും കൊടുത്തു. പിന്നെ തൈര് ഉണ്ടായിരുന്നു, ഉള്ളി തൈരൊക്കെ ഇട്ടത്, അച്ചാറ്, പിന്നെ ചിക്കൻ പൊരിച്ചതാണല്ലോ, അതും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പപ്പനെ പറഞ്ഞയച്ചു. ഇനി രാത്രി അടിപൊളിയായിട്ട് കൊടുക്കാം. മോളോ എടി ആ മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായി, ഞാൻ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. വാഷിംഗ് മെഷീനില് ആയിക്കോട്ടെ. ബ്രഷ് കൊടുത്തു. ഋഷി എവിടെയാണോ പോയൊക്കെ സൈക്കിളോട്ടി കളിച്ച് നടക്കണ്ട. ആ വെയിലെത്തോ? ഇന്നലെ നട്ടുച്ചക്ക് എന്റെ സൈക്കിളോട് നോക്കിയല്ലേ ഈ സമയം ഉള്ളിൽ കയറാൻ പറയാം. അപ്പൊ വൈകുന്നേരം ഞാൻ ചെന്നാണ്ട് ഋഷിയോ ഉള്ളിൽ കയറുമ്പോ ഒക്കെ ചത്തന്ന് കേറാനേ വേറെ കുട്ടികൾ നല്ലത് സഹറിഷാണ്. കുട്ടികളെ പിടുത്തക്കാരും ഉണ്ടായിരുന്നാവോ, പിന്നെ കൊണ്ടായാലും പേടില്ല, അപ്പൊ തന്നെ കൊടുന്നാക്കും. എന്നിട്ട് നമുക്ക് ചിലപ്പോ പൈസ തരും. ചെന്നോക്ക് എന്താ അവിടെ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ചെന്നുകാണ്ട് എന്ത് ചെയ്യട്ടെ, ഡ്രസ് തോരിട്ടെ. ഞാൻ ചെന്നുകാണ്ട് എന്താക്കട്ടെ, ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ചിക്കൻ കറി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും കുറച്ച് ലേറ്റ് ആയി. സാറല്ല അല്ലെ, കുറച്ച് ലേറ്റ് ആയിട്ട് ഇനി ഉണ്ടാക്കട്ടെ. ഞങ്ങള് മേലെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കണേ. വാഷിംഗ് മെഷീൻ കുട്ടപ്പിതാ. അപ്പൊ ഇന്റെ കുളിയൊക്കെ കഴിഞ്ഞിക്കണു, അങ്ങനെ അമ്മമാരെ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിക്കണു നമ്മ പറയണം. അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാ, ഫുഡ് കഴിക്കാം. പപ്പന്റെ കുട്ടി എന്നെ കുപ്പായ ഇടാതെ പപ്പന്റെ വായി ടീഷർട്ട് ഇടാക്കി കൊടുക്കുക. ചോപ്പ് ഫോണും ചോപ്പ് ചോറും ചോപ്പേ ഒന്ന് പറ്റൂ. തൈരും ഒന്നും കൊടുത്തിട്ടില്ലേ, ഒന്ന് ഫോണ് മതിയില്ലേ. അതാ അതാ നാരങ്ങായോണ്ടേ. അപ്പൊ നമ്മൾ ഇന്നത്തെ സർപ്രൈസും ഡേമയിലേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ക്ലിക്ക് ആയിട്ട് നിങ്ങൾ ഡിസ്ലൈക്സ് നിൽക്കുന്നത് അല്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോ. പിന്നെന്താ, നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീഡിയോസ് ഒക്കെ ഒന്ന് ആളുകളിലേക്ക് എത്തണ്ടേ, വൈറലാവണ്ടേ, അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അപ്പൊ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.